പാട്ട് എനിക്കിഷ്ടപ്പെട്ടു. നിനക്കോ തുള്ളി? തുള്ളി തുള്ളി ഇതെന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിച്ചത് ഈജിപ്തിനെ പറ്റി തന്നെയാ. നൈൽ നദിയുടെ ദാനം എന്നൊരു പേരൂടിയുണ്ട് ഈജിപ്തിന്, ഗിഫ്റ്റ് ഓഫ് നൈൽ. ഒരുപാട് തുള്ളികൾ ചേരുമ്പോഴല്ലേ പുഴയുണ്ടാകുന്നത്. അതുകൊണ്ട് പുഴകളെ എനിക്ക് ഒരുപാട് ഇഷ്ടം. പുഴകളെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? മഴയെ ഇഷ്ടാ. മഴയുണ്ടാകുന്നത് തുള്ളിയുടെ മാജിക് കൊണ്ടല്ലേ. ഈ സ്നേഹത്തുള്ളിയെ ഞങ്ങൾക്ക് എന്തിഷ്ടാണെന്നോ. പുഴയെ കുറിച്ച് പറയുമ്പോ ചങ്ങാതിമാർ ഒരു കാര്യം ഓർക്കണം. മഴയും പുഴയും ഉണ്ടെങ്കിലേ എന്നെന്നും നമുക്ക് വെള്ളം ഉണ്ടാകൂ. ഓരോ തുള്ളി വെള്ളവും കരുതലോടെ വേണം ഉപയോഗിക്കാൻ. എന്നാൽ തുള്ളി, ഇന്നൊരു പുഴയെ കുറിച്ചുള്ള കാഴ്ച കാണിച്ചു തരുമോ? ഒരു തുള്ളി കാഴ്ച. അതിനെന്താ, കാണിച്ചു തരാലോ. ദാ നോക്കിക്കോളൂ. ഇതാണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണിത്. ഈ നദിക്ക് പെരിയാർ എന്നും പേരുണ്ട്. അങ്ങകലെ ആനമുടിയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലൂടെ തീവണ്ടി യാത്ര നടത്തിയാൽ നമുക്ക് പലയിടത്തും ഭാരതപ്പുഴയെ കാണാം. പണ്ട് വളരെ വലിയ നദിയായിരുന്നു ഇത്. എന്നാൽ ഇന്ന് മണലുവാരലും വരൾച്ചയും ഒക്കെ കൊണ്ട് പുഴ വല്ലാതെ മെലിഞ്ഞുപോയി. പുഴ ഇരുന്നിടത്തൊക്കെ ഇന്ന് മണൽ മൈതാനങ്ങളാണ് കാണാനുള്ളത്. എന്നാലും പെരിയാറിന്റെ സൗന്ദര്യം അത്രയ്ക്കങ്ങ് പോയിട്ടില്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അതിലൊന്നാണ് തേക്കടി. അതൊരു കാടാണ്. അവിടെ ചെന്നാൽ പുഴയിലൂടെ ബോട്ട് യാത്ര നടത്താം. ഒപ്പം ആനയെയും മറ്റു കാട്ടുജീവികളെയും ഇഷ്ടം പോലെ കാണുകയും ചെയ്യാം. തുള്ളി ഇഷ്ടായ ചങ്ങാതിമാരെ? ഇന്നത്തെ തുള്ളി കാഴ്ച ഇഷ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചങ്ങാതിമാരെ, നിങ്ങളുടെ നാട്ടിലും പുഴകളുണ്ടാവില്ലേ? ഉണ്ടാവും. നിങ്ങൾ നഗരങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിലും അന്വേഷിച്ചാൽ അടുത്തായി ഒരു പുഴയെ തീർച്ചയായും കണ്ടെത്താനാകും. മുതിർന്നവരും ഇതിനായി എന്റെ ചങ്ങാതിമാരെ ഒന്ന് സഹായിക്കണേ. ഇങ്ങനെ നിങ്ങൾ പുഴയെ കണ്ടാൽ ആ പുഴയെക്കുറിച്ച്, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒക്കെ ഒരു കത്തെഴുതണം. എന്നിട്ട് അത് തുള്ളിയിലേക്ക് അയച്ചു തരണം. കത്തയക്കേണ്ട വിലാസം: തുള്ളി, PB നമ്പർ 501, തിരുവനന്തപുരം 14. തുള്ളി, എല്ലാ കൂട്ടുകാരോടും എന്തിനാ എപ്പോഴും കത്തയക്കാൻ പറയുന്നത്? കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉണ്ടല്ലോ. മെയിൽ അയക്കുകയോ SMS ചെയ്യുകയോ ചെയ്താൽ പോരെ? അത് പോരമിയ. നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോ അതിലൂടെ നമ്മുടെ ചിന്തകൾ ഉണരും, ഭാവന ഉണരും. മാത്രല്ല കൈയക്ഷരവും നന്നാകും. പിന്നെ നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ കത്തെഴുതി അയക്കുന്ന രീതിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ കുറഞ്ഞു വരികയാ. അതുകൊണ്ടാണ് തുള്ളി ചങ്ങാതിമാരോട് കത്തെഴുതാൻ പറയുന്നത്. മുമ്പൊക്കെ ആളുകൾ കത്തെഴുതിയിട്ടേ ഞങ്ങളുടെ പോലുള്ള പക്ഷികളുടെ ചുണ്ടിൽ കോർത്താണ് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിച്ചിരുന്നത്. അത് കൊള്ളാം. എങ്കിലിപ്പോൾ നമ്മുടെ മിന്നു പോസ്റ്റ്മാൻ ആയേനെ. അല്ലല്ല, പോസ്റ്റ് ബേർഡ്. എന്നെയും കളിയാക്കി കൊണ്ടോടി ഇരുന്നോ മിയ. ദേ ന്യൂസിന് സമയായേ. അത് ശരിയാണല്ലോ. അപ്പൊ തുള്ളി ന്യൂസ്. നമസ്കാരം, തുള്ളി ന്യൂസിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും പെട്രോളിന്റെ വില കൂടിക്കൂടി വരികയാണ്. പക്ഷേ ഇനി പേടിക്കേണ്ട കാര്യമില്ല. കാരണം ജപ്പാനിലെ ഒരു ജിനിപാക്സ് എന്ന കമ്പനി വെള്ളം കൊണ്ട് ഓടുന്ന ഒരു കാർ നിർമ്മിച്ചിരിക്കുകയാണ്. സാധാരണ കാറുകളിൽ ഉപയോഗിക്കുന്ന പെട്രോളും ഓയിലും എല്ലാം പുറത്തുവിടുന്ന പുക കാരണം ഭൂമി ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വെള്ളം കൊണ്ടോടുന്ന കാർ എന്ന ആശയം വന്നത്. വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്നു. ഹൈഡ്രജനാണ് കാറുകളെ ചലിക്കാൻ സഹായിക്കുന്നത്. വളരെ ചിലവേറിയ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു കാർ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാറുകൾ പെട്ടെന്നൊന്നും വിപണിയിൽ എത്തില്ല. പക്ഷേ ഇത്തരം കാറുകൾ നമുക്ക് നല്ലൊരു ശുഭ സൂചനയാണ് നൽകുന്നത്. മഴവെള്ളമോ ചെളിവെള്ളമോ എന്ന് വേണ്ട, ഏതു തരം വെള്ളം ഉപയോഗിച്ചും ഈ കാർ പ്രവർത്തിപ്പിക്കാം. 1 ലിറ്റർ വെള്ളം കൊണ്ട് മണിക്കൂറിൽ 80 കിലോമീറ്റർ ദൂരെ പോകും എന്നാണ് ഈ കാറുകളെ കുറിച്ച് ജിനിപാക്സ് കമ്പനി പറയുന്നത്.
ഇനി അടുത്ത വാർത്തയിലേക്ക്. വിയറ്റ്നാമിൽ ഒരു അപൂർവ ഇനം തവളയെ കണ്ടെത്തി. ഓസ്ട്രേലിയക്കാരനായ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ തവളയെ കണ്ടെത്തിയത്. ഹെലിൻ ഫ്ലൈയിങ് ഫ്രോഗ് എന്നാണ് ഈ തവളയുടെ പേര്. ഈ പേര് ശാസ്ത്രജ്ഞന്റെ അമ്മയുടെ പേര് തന്നെയാണ്. വെളുത്ത വയറും കണ്ണിന് ചുറ്റുമുള്ള വെള്ള കലർന്ന നിറവുമാണ് ഈ തവളയുടെ പ്രത്യേകത. 10 സെന്റിമീറ്റർ ആണ് ഈ തവളയുടെ നീളം. നിറമോ പച്ചയും. വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന തവളകളാണോ ഇവ എന്ന് സംശയമുണ്ട്. ഇന്നത്തെ വാർത്ത ഇവിടെ പൂർത്തിയാകുന്നു. ഇനി നാളത്തെ വാർത്തയിൽ കാണാം. തുള്ളി. ഇനി ഒരു തുള്ളി വരയുടെ സമയം. കൂട്ടുകാരി, ഒരു തുള്ളി വരയിലൂടെ ഒരു നല്ല ചിത്രം വരയ്ക്കാമോ? തയ്യാറായോ? ഞാൻ തയ്യാറാട്ടോ. ബി എഴുതുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഇങ്ങനല്ലേ? ഇനി ബിക്ക് മുകളിൽ ഇങ്ങനെ ഒന്ന് വരച്ച് താഴേക്ക്, എന്നിട്ടിതാ ആ മുകൾ ഭാഗത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി ഒരു കുഞ്ഞു കണ്ണ്. ഇപ്പൊ ഏതാണ്ടെന്ന് മനസ്സിലായി വരുന്നുണ്ടല്ലേ? ഈ വരയ്ക്കുന്നത് കൈയാണേ. ഇങ്ങനെ വരയ്ക്കണം. ഇനി കൈയിന്റെ താഴെന്ന് താഴേക്ക് ഒരു ചെറിയ വര. അത് കഴിഞ്ഞാലോ ഈ വരയ്ക്കുന്നത് കാല്, ഇതോ വാല്. ഇപ്പൊ ഇത് പെൻഗ്വിനായല്ലേ? ഒന്നുകൂടി വരച്ചു നോക്കാം. ബി എഴുതി ബിയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വരച്ച് താഴേക്ക് കൊണ്ടുവന്ന് ഇനി ഇതാ കൊക്കിന്റെ ഭാഗത്ത് ചെറുതായി അടയാളപ്പെടുത്തി ചെറുതായ ഒരു കണ്ണ് വരച്ച് പിന്നെ കൈ വരയ്ക്കണം. കൈ വരയ്ക്കാൻ ഇതാ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. കൈ പൂർത്തിയായാൽ കൈയിന് താഴെ നിന്ന് ഒരു ചെറിയ വര കൊടുക്കുക. വയറാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അതിന് താഴെ കുഞ്ഞു കാലല്ലേ? ഇതോ ഒരു ചെറിയ വാലും. നിറം കൂടി കൊടുത്താൽ പെൻഗ്വിൻ തയ്യാർ. കിലുക്കിലുക്കം കിക്കിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും. താക്കോലല്ലേ? ഈ കടങ്കഥയുടെ ഉത്തരം എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആരൊക്കെ ഉത്തരം പറയുന്നു നോക്കാം. ഓരോ നാടിന്റെയും രസകരവും കുസൃതിയും നിറഞ്ഞ ആശയങ്ങളാണ് കടങ്കഥകൾ. ഇംഗ്ലീഷിൽ ഇതിനെ റിഡിൽസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോ 6 കുട്ടികളുടെ പേരും ഫോൺ നമ്പറും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ ഫോണിൽ വിളിക്കും. എന്നിട്ട് വിളിച്ച ആളോട് 3 കടങ്കഥകൾ ചോദിക്കും. ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് ഓരോ സ്റ്റാർ ലഭിക്കും. 3 ഉത്തരവും ശരിയായാൽ ഒരു വലിയ സമ്മാനം കിട്ടും. എന്താ, റെഡിയല്ലേ? ഇന്ന് ആരൊക്കെയാണ് മത്സരത്തിൽ പങ്കുചേരുന്നത് എന്ന് നോക്കാം. ഹലോ, കല്യാണിയാണോ? കല്യാണി, ഇതാരാ വിളിക്കണെന്ന് മനസ്സിലായോ? കല്യാണിയുടെ ഒരു നല്ല ചങ്ങാതിയാ. ആ, ചങ്ങാതി എന്ന് പറഞ്ഞോണ്ട് മനസ്സിലായില്ലേ തുള്ളിയാണെന്ന്? തുള്ളി നിങ്ങളുടെ നല്ല ചങ്ങാതിയല്ലേ? തുള്ളി തന്നെയാണ് വിളിക്കുന്നത്. തുള്ളിയിലേക്ക് കടങ്കഥ മത്സരത്തിൽ പങ്കെടുക്കാൻ പേരയച്ചിരുന്നല്ലേ? ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കല്യാണിയാണ്. ആ, കല്യാണി, വീട്ടിലാരൊക്കെയുണ്ട്? ചേച്ചി ഉണ്ടോ? അത് ശരി. ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ പേര് കൃഷ്ണ. അത് ശരി. കല്യാണി പാട്ട് പാടുവോ? പാട്ട് പാടാൻ എനിക്കറിയില്ല. ചേച്ചി പാടും. അതെയോ? എന്നാ ചേച്ചിയുടെ ഫോൺ ഒന്ന് കൊടുക്കൂ. ഹലോ, കല്യാണിന്റെ ചേച്ചിയാണോ? കൃഷ്ണയാണോ? ആ, തുള്ളിയാണ്. തുള്ളിയിലേക്ക് ഒരു പാട്ട് പാടുവോ? പാട്ട് പാടാൻ അറിഞ്ഞൂടാ. അങ്ങനല്ലല്ലോ കല്യാണി പറഞ്ഞത്. കല്യാണി പറഞ്ഞത് എന്റെ ചേച്ചി പാടും എന്നാണല്ലോ. പാട്ട് പാടില്ല, ഡാൻസ് ചെയ്യും. പാട്ട് പാടില്ല. കല്യാണി പാട്ട് കല്യാണി കാണാൻ പറഞ്ഞതാ. അതെയോ? കല്യാണിയുടെ തന്നെ കൊടുക്കൂ ഫോൺ.
കല്യാണി, ചേച്ചി പറഞ്ഞത് കല്യാണി പാടുന്നു. ശരി ശരി, രണ്ടുപേരും കൂടി വഴക്കടിക്കണ്ട, പാട്ട് വേണ്ട, പോരെ? നമുക്ക് നേരെ കടങ്കഥയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാൻ പോവാണ്. കറുത്ത തലയുള്ള വെള്ളക്കോലൻ ഉരച്ചാൽ കത്തും. കറുത്ത തലയുള്ള വെള്ളക്കോലൻ ഉരച്ചാൽ കത്തും. കറുത്ത തലയുള്ള വെള്ളക്കോലൻ ഉരച്ചാൽ കത്തും. കറുത്ത തലയുണ്ട്, പിന്നെ വെള്ളക്കോല് പോലെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. ഉരച്ചാൽ കത്തും. അതാരാ? തീപ്പെട്ടി. ശരി ഉത്തരമാണ്. പക്ഷെ തീപ്പെട്ടി കോല് എന്നുള്ളതാണ് ഒന്നുകൂടി ശരി ഉത്തരം. സാരമില്ല, ഒരു സ്റ്റാർ തന്നേക്കാം. ഇനി അടുത്ത ചോദ്യം. ഒരു തൊഴുത്തിൽ 32 വെള്ളക്കാള. ഒരു തൊഴുത്തിൽ 32 വെള്ളക്കാള. ക്ലൂ ഇല്ല. 32 എന്ന ഒരു നമ്പർ തന്നെ ആലോചിച്ചാൽ എന്റെ ഉത്തരം കിട്ടും. അത് തന്നെ, 32 പല്ലല്ലേ ഒരാൾക്കുള്ളത്. അപ്പൊ ഒരു തൊഴുത്തിൽ 32 വെള്ളക്കാളാന്ന് പറഞ്ഞ പല്ല് തന്നെ. അപ്പൊ രണ്ടാമത്തെ സ്റ്റാറും കിട്ടി. ഇനി അടുത്തത്. സഞ്ചരിക്കുമ്പോൾ തീവണ്ടി, തൊട്ടാൽ ചക്രം. സഞ്ചരിക്കുമ്പോ തീവണ്ടി, തൊട്ടാൽ ചക്രം. അതെ അതെ, സഞ്ചരിക്കുമ്പോൾ തീവണ്ടി, തൊട്ടാൽ ചക്രം. അട്ട. ചേച്ചി അവിടെ ഇരുന്ന് ഉത്തരം പറഞ്ഞു തരുന്നുണ്ടല്ലേ? അതെയോ, തേരട്ട. ശരി ഉത്തരാണ്. കാരണം അട്ട ഇങ്ങനെ പോകുന്ന തീവണ്ടി പോലെ അല്ലേ പോവാ, കൊറേ കാലുകളും ഒക്കെ ആയിട്ട് തീവണ്ടി പോലെ പോവും. ആരെങ്കിലും തൊട്ടാല് അപ്പൊ തന്നെ ചക്രം ആവില്ലേ? അപ്പൊ തേരട്ട ശരി ഉത്തരം. അങ്ങനെ 3 സ്റ്റാറും കിട്ടി. 3 സ്റ്റാറും കിട്ടിയത് കൊണ്ട് ഒരു സമ്മാനവും ഉണ്ട് കേട്ടോ. സമ്മാനം കാത്തിരിക്കണേ. പിന്നെതാ, തുള്ളി എന്നും കാണണം. തുള്ളിയിലൂടെ ചോദിക്കുന്ന കഥകളും പാട്ടുകളും ഒക്കെ അയച്ചു തരാനും ശ്രമിക്കണേ. ശരി കല്യാണി, ബൈ. ഇനി നിങ്ങളോടുള്ള ചോദ്യം. പിരമിഡ് ഓഫ് ഗിസ ഏത് ഫറോവയ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്? ചോദ്യം ഒന്നുകൂടി. പിരമിഡ് ഓഫ് ഗിസ ഏത് ഫറോവയ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്? ഉത്തരേണ്ട വിലാസം അറിയാലോ. തുള്ളി, PB നമ്പർ 501, തിരുവനന്തപുരം 14. തുള്ളി. ചങ്ങാതിമാരെ, ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇന്ന് പറഞ്ഞതൊക്കെ ഓർത്തു വെക്കണേ. വീണ്ടും കാണാം.